പ്രൈസ് ലോർഡ്. ദുഃഖം നമ്മുടെ ജീവിതത്തിൽ നാം ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് ദുഃഖം. എന്നാൽ അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിലേക്ക് പലപ്പോഴും കടന്നു വരുന്ന ഒരു സംഭവമാണ് ദുഃഖം എന്നുള്ളത്. ബൈബിൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും യഹോവ ദുഃഖിച്ചു എന്നുള്ളത്. അങ്ങനെ നാം ബൈബിൾ വായിക്കുമ്പോൾ അനേക പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് ദുഃഖം കടന്നു വന്നതായും അവർ ദുഃഖിച്ചതായും നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നത്തെ നമ്മുടെ വിഷയവും ദുഃഖം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്. ആദ്യത്തെ ചോദ്യം, ശമൂവേൽ ആരെക്കുറിച്ചാണ് ദുഃഖിച്ചത്? ഉത്തരം ശൗലിനെ കുറിച്ച്. 1 ശമൂവേൽ 15:35. അടുത്ത ചോദ്യം, സർവശക്തൻ എന്നെ ദുഃഖിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം നവോമി. രൂത്തിന്റെ പുസ്തകം 1:21. അടുത്ത ചോദ്യം, പ്രവാസികളുടെ ദ്രോഹ നിമിത്തം ദുഃഖിച്ചത് ആരാണ്? ഉത്തരം എസ്ര. എസ്രയുടെ പുസ്തകം 10-ാം അധ്യായം 6-ാം വാക്യം. അടുത്ത ചോദ്യം, രക്ഷയിലേക്ക് കയറ്റുന്നത് ആരെയാണ്? ഉത്തരം ദുഃഖിക്കുന്നവരെ. ഇയ്യോബിന്റെ പുസ്തകം 5:11. അടുത്ത ചോദ്യം, ദുഃഖിതന്മാർക്ക് നടത്തിക്കൊടുക്കേണ്ടത് എന്താണ്? ഉത്തരം ന്യായം. ഇയ്യോബ് 36:6. അടുത്ത ചോദ്യം, തൻ്റെ പാപത്തെക്കുറിച്ച് ദുഃഖിച്ചത് ആരാണ്? ഉത്തരം ദാവീദ്. സങ്കീർത്തനം 38:18. അടുത്ത ചോദ്യം, സ്വന്തം ദുഃഖത്തെ അറിയുന്നത് ആരാണ്? ഉത്തരം ഹൃദയം. സദൃശവാക്യം 14:10. അടുത്ത ചോദ്യം, ചൂണ്ടൽ എവിടെ ഇടുന്നവരാണ് ദുഃഖിക്കുന്നത്? ഉത്തരം നദിയിൽ. യെശയ്യാവ് 19:8. അടുത്ത ചോദ്യം, ദുഃഖിച്ചു വാടിപ്പോകുന്നത് എന്താണ്? ഉത്തരം ഭൂമി. യെശയ്യാവിന്റെ പ്രവചനം 24:4. അടുത്ത ചോദ്യം, ദുഃഖിക്കുന്നത് എന്താണ്? ഉത്തരം പുതുവീഞ്ഞ്. യെശയ്യാവ് 24:7. അടുത്ത ചോദ്യം, ദുഃഖവും വിലാപവും വർദ്ധിപ്പിച്ചിരിക്കുന്നത് ആർക്കാണ്? ഉത്തരം യഹൂദാപുത്രിക്ക്. വിലാപങ്ങൾ 2:5. അടുത്ത ചോദ്യം, ദേശം ദുഃഖിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം വയൽ ശൂന്യമായി, ധാന്യം നശിച്ചും, പുതുവീഞ്ഞ് വാറ്റയും, എണ്ണ ക്ഷയിച്ചും പോയിരിക്കാൻ. യോവേൽ പ്രവചനം 1:10. അടുത്ത ചോദ്യം, ആശ്വാസം ലഭിക്കുന്നത് ആർക്കാണ്? ഉത്തരം ദുഃഖിക്കുന്നവർക്ക്. മത്തായി 5:4. അടുത്ത ചോദ്യം, ആദ്യമായി ഹൃദയത്തിന് ദുഃഖമുണ്ടായത് ആർക്കാണ്? ഉത്തരം യഹോവയ്ക്ക്. ഉൽപ്പത്തി 6:6. അടുത്ത ചോദ്യം, വേദനയോട് ദുഃഖം കൂട്ടിയിരിക്കുന്നത് ആർക്കാണ്? ഉത്തരം ബാരൂക്കിന്. യിരെമ്യാവ് 45:3. അടുത്ത ചോദ്യം, യേശുവിൻ്റെ ഏത് വാക്ക് കേട്ടിട്ടാണ് ശിഷ്യന്മാർ അത്യന്തം ദുഃഖിച്ചത്? ഉത്തരം നിങ്ങളിലൊരുവൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്നുള്ള വാക്കിനാൽ. മത്തായി 26:21, 22. അടുത്ത ചോദ്യം, ആരുടെ മേച്ചിൽപ്പുറങ്ങളാണ് ദുഃഖിക്കുന്നത്? ഉത്തരം ഇടയന്മാരുടെ. ആമോസ് 1:2. അടുത്ത ചോദ്യം, ഭോജനയാഗവും പാനീയയാഗവും യഹോവയുടെ ആലയത്തിൽ നിന്ന് അറ്റുപോയിരിക്കാൻ ദുഃഖിച്ചവർ ആരാണ്? ഉത്തരം യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ. യോവേൽ പ്രവചനം 1:9. അടുത്ത ചോദ്യം,
ഇവിടേക്കുള്ള വഴികളാണ് ദുഃഖിക്കുന്നത്? ഉത്തരം ശിയോനിലേക്കുള്ള വിലാപങ്ങൾ 1:4. അടുത്ത ചോദ്യം, അതിദുഃഖത്തോടെ കരയുന്നവർ ആരാണ്? ഉത്തരം സമാധാനത്തിന്റെ ദൂതന്മാർ. യെശയ്യാവ് 33:7. അടുത്ത ചോദ്യം, ഞെരുക്കവും ദുഃഖവും വിലാപവും ഉണ്ടാകുന്നത് ആർക്കാണ്? ഉത്തരം അരിയേലിന്. യെശയ്യാവ് 29:2. അടുത്ത ചോദ്യം, ചിരിക്കുമ്പോൾ തന്നെയും ദുഃഖിച്ചിരിക്കാവുന്നത് എന്താണ്? ഉത്തരം ഹൃദയം. സദൃശ്യവാക്യങ്ങൾ 14:13. അടുത്ത ചോദ്യം, ആരാണ് ദുഃഖം വരുത്തുന്നത്? ഉത്തരം കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടുന്നവൻ. സദൃശ്യവാക്യങ്ങൾ 10:10. അടുത്ത ചോദ്യം, ദുഃഖം കൊണ്ട് കണ്ണ് കുഴിഞ്ഞിരിക്കുന്നത് ആരുടേതാണ്? ഉത്തരം ദാവീദിന്റെ. സങ്കീർത്തനങ്ങൾ 6:7. അടുത്ത ചോദ്യം, ദുഃഖം ഹേതുവായി കണ്ണ് മങ്ങിയത് ആരുടേതാണ്? ഉത്തരം ഇയ്യോബിൻ്റേത്. ഇയ്യോബ് 17:7. അടുത്ത ചോദ്യം, ദുഃഖിതനായി തലമുടിയും കൊണ്ട് വീട്ടിലേക്ക് പോയത് ആരാണ്? ഉത്തരം ഹാമാൻ. എസ്തറിന്റെ പുസ്തകം 6:12. അടുത്ത ചോദ്യം, ദുഃഖം മാറിയ ശേഷം തൻ്റെ ആടുകളുടെ രോമം കത്തിരിക്കുന്ന അടിയന്തരത്തിന് പോയത് ആരാണ്? ഉത്തരം യഹൂദ. ഉൽപ്പത്തി 38:12. അടുത്ത ചോദ്യം, ലോകത്തിൻ്റെ ദുഃഖം എന്ത് ഉളവാക്കുന്നു? ഉത്തരം മരണത്തെ. 2 കൊരിന്ത്യർ 7:10. അടുത്ത ചോദ്യം, സങ്കടപ്പെട്ട് ദുഃഖിച്ചു കരഞ്ഞാൽ ചിരി ദുഃഖമായും എന്നാൽ സന്തോഷം എന്തായിത്തീരട്ടെ എന്നാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം വിഷാദം. യാക്കോബിൻ്റെ ലേഖനം 4:9. അടുത്ത ചോദ്യം, അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നത് എന്താണ്? ഉത്തരം ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. 2 കൊരിന്ത്യർ 7:10. അടുത്ത ചോദ്യം, എന്ത് വർദ്ധിക്കുന്നതിലൂടെയാണ് മനുഷ്യൻ ദുഃഖവും വർദ്ധിപ്പിക്കുന്നത്? ഉത്തരം അറിവ്. സഭാപ്രസംഗി 1:18. അടുത്ത ചോദ്യം, അതിദുഃഖത്തോടെ കരഞ്ഞവൻ ആരാണ്? ഉത്തരം പത്രോസ്. ലൂക്കോസിൻ്റെ സുവിശേഷം 22:62. അടുത്ത ചോദ്യം, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ പാർത്ത് ഉണർന്നിരിപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം യേശുവിൻ്റെ. മർക്കോസിൻ്റെ സുവിശേഷം 14:34.
അടുത്ത ചോദ്യം, ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ച രാജാവ് ആരാണ്? ഉത്തരം ദാര്യാവേശ് രാജാവ്. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 2-20 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ദുഃഖിതനോട് ദയ കാണിക്കേണ്ടത് ആരാണ്? ഉത്തരം സ്നേഹിതൻ. യോബിൻ്റെ പുസ്തകം 6-ാം അധ്യായം 14-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, 21 ദിവസം മുഴുവനും ദുഃഖിച്ചു കൊണ്ടിരുന്ന വ്യക്തി ആരാണ്? ഉത്തരം ദാനിയേൽ 3 ആഴ്ചവട്ടം ദുഃഖിച്ചിരുന്നു. 21 ദിവസം. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം 2-ാം വാക്യം. അടുത്ത ചോദ്യം, യഹൂദന്മാർ തങ്ങളുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു വിശ്രമിച്ച ദിവസങ്ങളായിട്ട് ദുഃഖം അവർക്ക് സന്തോഷമായും തീർന്ന മാസമായിട്ടും ആചരിക്കുന്ന മാസവും തീയതികളും എന്നാണ്? ഉത്തരം ആദാർ മാസം 14-ഉം 15-ഉം തീയതികൾ. എസ്തേറിൻ്റെ പുസ്തകം 9-ാം അധ്യായം 20-ാം വാക്യം. അടുത്ത ചോദ്യം, സ്വന്തം സൃഷ്ടിയുടെ അനന്തരഫലം കണ്ട് അനുതപിച്ച് അത് ഹൃദയത്തിന് ദുഃഖമായി തീരുകയും ചെയ്തു. ആർക്കാണ്? ഉത്തരം യഹോവയായ ദൈവത്തിന്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യം. അടുത്ത ചോദ്യം, മകനെ ചൊല്ലി ഏറിയ നാൾ രട്ടുശീല ചുറ്റി ദുഃഖിച്ച അപ്പൻ ആരാണ്? ഉത്തരം യാക്കോബ്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 34-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഒരാളുടെ മടങ്ങിവരവിൽ തലമറച്ച് ദുഃഖിതനായി വീട്ടിലേക്ക് പോയ വ്യക്തി ആരാണ്? ഉത്തരം ഹാമാൻ. എസ്തേറിൻ്റെ പുസ്തകം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, അപ്പൻ്റെ വാക്ക് നിമിത്തം അതിദുഃഖിതനായി അപ്പനെ ഉറക്കെ വിളിച്ച് നിലവിളിച്ച മകൻ ആരാണ്? ഉത്തരം യേശാവ്. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 34-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഇടവിടാതെ അബ്ശാലോമിനെക്കുറിച്ച് ദുഃഖിച്ചത് ആരാണ്? ഉത്തരം ദാവീദ്. 2 ശമൂവേൽ 13-ാം അധ്യായം 37-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ദുഃഖം നടിച്ച്
ദുഃഖവസ്ത്രം ധരിച്ച സ്ത്രീ ആര്? സ്ത്രീയുടെ പേര് പരാമർശിക്കുന്നില്ല, പകരം അവളുടെ ദേശവുമായി ബന്ധപ്പെടുത്തി ഒരു വിശേഷണത്തോടു കൂടി പറഞ്ഞിരിക്കുന്നു. ഉത്തരം തെക്കോവക്കാരത്തിയായ വിവേകവതിയായ സ്ത്രീ. 2 ശമൂവേൽ 14-ാം അധ്യായം 14-ാമത്തെ വാക്യം. ബൈബിളിലെ ദുഃഖത്തെ ആസ്പദമാക്കി ചോദ്യങ്ങൾ നമ്മൾക്ക് വേണ്ടി തയ്യാറാക്കിയത് സിസ്റ്റർ ശുഭ മനു, മുംബൈ. പ്രിയ സിസ്റ്ററെ, ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റുള്ള പ്രിയപ്പെട്ടവരിലേക്ക് ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്. ദൈവം അനുഗ്രഹിക്കട്ടെ.